7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലയിലാണ് ഗുണഭോക്താക്കൾക്കുള്ള വീടുകൾ ഒരുങ്ങുക. ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങി വിപുലമായ സംവിധാനങ്ങളോടെയാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്യുന്നത്. ഇതിനായി എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. പദ്ധതി വൈകുന്നതും ഗുണഭോക്തൃ ലിസ്റ്റിലെ അപാകതകളുമടക്കം വലിയ ആക്ഷേപങ്ങൾ നേരിട്ട ശേഷം നടക്കുന്ന സർക്കാരിന്റെ അഭിമാന പ്രോജക്ടിന്റെ തറക്കല്ലിടൽ ഉത്സവാന്തരീക്ഷത്തിൽ സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കുമൊപ്പം വയനാട്ടിൽ നിന്നുള്ള മന്ത്രി OR കേളു, MP, MLA മാർ, വിവിധ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം ചടങ്ങിന്റെ ഭാഗമാകും. നമ്മളൊരു ഹോംവർക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ PF തുക, മറ്റുള്ള തുക എന്തൊക്കെയാണ്, മറ്റുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, അത് നമ്മൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന പൈസയിൽ ഈ എമൗണ്ടും മൈനസ് ആക്കി ഇത് നേരിട്ട് തൊഴിലാളികൾക്കും മറ്റുള്ളതും ഓണേഴ്സിന് കൊടുക്കണം എന്ന ഒരു റിക്വസ്റ്റ് നമ്മൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചടങ്ങിലെ നമ്മളെല്ലാവരും വയനാട് കാത്തു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അവിടെ എത്തണം, ഈ പരിപാടി വിജയിപ്പിക്കണം. ടൗൺഷിപ്പിൽ വീടിനായി 170 പേരാണ് നിലവിൽ സമ്മതപത്രം കൈമാറിയിട്ടുള്ളത്. 65 പേർ വീടിന് പകരം നൽകുന്ന 15 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടൗൺഷിപ്പിൽ ലഭിക്കുന്ന വീടിന്റെ പട്ടയം 12 വർഷത്തേക്ക് കൈമാറ്റം പാടില്ലെന്നതാണ് പ്രധാന വ്യവസ്ഥ. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ തീരുമാനം. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.